രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ദേ നല്ല മഴ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ്. നമ്മളൊരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇതേ മൊത്തം മുടിയൊക്കെ നനഞ്ഞു. കാരണം ഇപ്പോഴും മഴ പൊടിഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ സൈറ്റിൻ്റെ അവസ്ഥ ഇതാണ്. അതേപോലെ നമ്മുടെ ഒരു JCB ഇതേ രാവിലെ തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ദൂരമായിട്ട് സർവീസ് റോഡിലൂടെ പോകുന്ന കാണാം. അപ്പോൾ ഈ വർക്ക് എന്താണെന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണിത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓരോ സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ബോർഡൊന്ന് കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. റിലാക്സ്, റീഫ്യൂവൽ, ഇതൊക്കെ തന്നെ. അങ്ങനെ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും മലയുടെ മുകളിലോട്ട് കയറണം. ഈ ചളിയുടെ മുകളിലോട്ട്. അപ്പം നമ്മുടെ JCB ഇതേ ഇവിടെ കിടപ്പുണ്ട്. JCB എടുത്തിട്ടാണ് നമ്മൾ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നത്. അല്ലാതെ ഇതുവഴി നടന്നു വരാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടോ, മൊത്തം ചളി കുളമാണ്. ഇനിയിപ്പോൾ ദേ മലയുടെ മുകളിലേക്ക് ഇനി കയറി പോകണം. മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. വണ്ടിയൊക്കെ മൊത്തം അകോലായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ചളിയിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഇതൊന്ന് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്ട് ഇതേ നോക്കിയേ കണ്ടോ, 10,209 മണിക്കൂർ ഓടി നമ്മുടെ JCB. നമ്മുടെ എല്ലാ JCB ഏതാണ്ട് ഇപ്പോൾ ആ മണിക്കൂർ 10,000 11,000 മണിക്കൂറൊക്കെ ഓടി. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെൻസർ വണ്ടിയാണ്, കംപ്ലീറ്റ് സെൻസറാണ് വണ്ടി. അപ്പോൾ എല്ലാ വണ്ടിക്കും പല പല രീതിയിലുള്ള സെൻസർ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വെള്ളമൊക്കെ ചെറിയ കണക്ടറിലൊക്കെ കയറി കഴിഞ്ഞാൽ റെക്കോർഡ് വരും, വണ്ടി ഓഫായി പോവും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈലർ വരുന്നുണ്ട്. ഇവിടത്തേക്കുള്ളൊരു ഓഫീസുമായിട്ട് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഓഫീസ് തൂക്കിയെടുത്ത് നമ്മുടെ സൈഡിൽ ഇറക്കണം. അപ്പോൾ ഇതാ ക്രെയിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം ഇറക്കി വെക്കണം. ഇതൊരു ചെറിയൊരു ഓഫീസാണ് കേട്ടോ. സാധനം നമ്മുടെ പണി സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ JCB വരുന്നുണ്ട്. ഇത് ഇറക്കി വെക്കാനുള്ള കട്ട
നമ്മുടെ JCBയിലോട്ട് കയറ്റണം. അതിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രെയിൻ ഇത് തൂക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ തൂക്കി എടുത്തോട്ടോ. നമ്മുടെ ക്രെയിന് ചളിയിലൂടെ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. അങ്ങനെ ഓടി അവിടെ എത്തിച്ച് ഇനിയിപ്പോൾ സാധനം ഇറക്കി വെക്കണം. അതുപോലെ തന്നെ മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാധനം എന്താ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുന്നിൻ്റെ മുകളിൽ വീണ്ടും തിരിച്ചു പോകണം. നമ്മൾ നേരത്തെ കയറിപ്പോയതാണ്. അപ്പോൾ ഈ ക്രെയിന് ഈ സാധനമായിട്ട് വന്നപ്പോൾ വീണ്ടും താഴെ ഇറങ്ങിയാണ് കേട്ടോ. ഇനി വീണ്ടും അള്ളിപ്പിടിച്ച് കയറി പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലോഡ് കെട്ടാനുള്ള സ്ഥലമൊക്കെ തള്ളി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചളി എന്നെല്ലാം പറഞ്ഞാൽ അതേമാതിരിയുള്ള ചളിയാണ്. നമ്മുടെ 4x4 വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും തള്ളി നീങ്ങുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും തള്ളി നീങ്ങില്ല കേട്ടോ. JCB തന്നെ കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോറസ് വരുന്ന വഴി കണ്ടോ, മൊത്തം പായസമായിട്ടാണുള്ളത്. ദേ ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ നമ്മുടെ മണ്ണ് തട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ JCB ഇവിടുന്ന് നല്ല കാര്യമായിട്ടുള്ള പണി തന്നെയാണ്. ചളിയിലൂടെ അങ്ങനെ തലങ്ങനം വിലങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിലുള്ള ചളിയൊക്കെ ഇപ്പോൾ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോറസിൻ്റെ ഫ്രണ്ട് അടി തട്ടിപ്പോവും. അപ്പോൾ ദൂരെ നമ്മുടെ ടോറസ് വരുന്നുണ്ട്. ടോറസ് ലോഡ് മൈത ചളിയിലൂടെ ഇങ്ങനെ നീന്തി വരികയാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ ഫുള്ള് ലോഡ് കയറ്റി കഴിഞ്ഞാൽ മണ്ണ് തട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പകുതി ലോഡ് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് മണ്ണ് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല നനവുള്ള മണ്ണായതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് താഴോട്ട് വീഴുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ നോക്കി വെറും പായസമാണ്, വെറും പായസം. താഴെ കല്ലായതുകൊണ്ട് വണ്ടി താഴ്ന്നു പോകാത്തതാണ്. നമ്മുടെ വണ്ടി ഇതേ ലോഡ് തട്ടി തുടങ്ങി. കാറൊക്കെ കറങ്ങി കളിക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ നമ്മുടെ JCB ഇവിടെ നിൽപ്പുണ്ട്. ഇനി ടോറസ് പോയതിന് ശേഷം JCB ആ മണ്ണൊക്കെ തള്ളി പിറയിലോട്ടാക്കണം. അപ്പം മണ്ണും തട്ടി നമ്മുടെ ടോറസ് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോയി. അതേപോലെ നമ്മുടെ JCB ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്.
ടോറസ് രണ്ടാമതും ലോഡുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് 3 മണിയായിട്ടുണ്ടതേ കണ്ടോ, 2:59. അപ്പൊ നമ്മള് പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടിപ്പർ അതേ ദൂരെയായിട്ട് കണ്ടോ മണ്ണ് കയറ്റാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പൊ മഴയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാ പോലും നമ്മുടെ സൈറ്റിന്റെ അവസ്ഥ നോക്കി ഞാൻ ഡോറ് തുറന്ന് കാണിച്ചുതരാം. കണ്ടോ, ഫുള്ള് ചളിയാണ്. ചളി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, അതേമാതിരിയുള്ള ചളിയാണ്. അപ്പൊ നമ്മൾ JCBയിലാണ് താഴോട്ടും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പോവാറ്. ഇതിരുവഴി നടന്നൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ടിപ്പറിനെ അടുപ്പിച്ച് വെച്ചിട്ട് ടിപ്പറിലെ ഡ്രൈവറെയും കൂട്ടിയിട്ടാണ് നമ്മൾ JCB എടുത്ത് താഴെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വന്നത്. കുറച്ച് റിസ്ക് ഉള്ള വഴിയായത് കൊണ്ട് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. കാരണം മൊത്തത്തിൽ ഇളകി ആടിയാണ് പോകുന്നത്, മൊത്തം സ്ലോപ്പായിട്ടും ചെരിഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെന്തായാലും ഇനിയിപ്പോ കുറച്ച് മണ്ണ് അവിടെ തട്ടിയിട്ടുണ്ട്, അതൊക്കെ തള്ളി നീക്കണം. എന്നാലാണ് നമ്മുടെ അടുത്ത ടിപ്പറിന് ലോഡ് കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ഇനി പോവാം. അപ്പൊ ഇനി ഫ്രണ്ടിൽ കാണുന്ന മണ്ണൊക്കെ തള്ളി മുകളിലോട്ട് കാറ്റിടണം. എന്നാലാണ് നമ്മൾ ടിപ്പറിന് ഇവിടെ ഒരു മണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സനലേട്ടൻ നാട്ടിലേക്ക് പോയി കേട്ടോ. അപ്പൊ നമ്മൾ മാത്രമേ ഇപ്പൊ വണ്ടിയിലുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ടിപ്പർ തട്ടിയ മണ്ണാണ്. ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയിടണം. മഴയത്ത് മണ്ണിന്റെ അവസ്ഥ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയുടെ ഒരു പവർ കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും മണ്ണിങ്ങനെ തള്ളിക്കാറ്റുന്നത്. അയ്യോ, ഇനിയിപ്പോ ഒരുപാട് ലോഡൊന്നുമില്ല. നമ്മള് ടിപ്പറിന്റെ വർക്ക് ഇന്നത്തോടെ ഇവിടെ കഴിയും. ഇപ്പം വേറെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്ത മണ്ണ് കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടിപ്പർ ഇതാ ലോഡുമായി വന്നിട്ടുണ്ട്. ഇന്ന് പരമാവധി നമ്മുടെ കട്ടിങ് പരിപാടികളൊക്കെ തന്നെ തീർക്കണം. കണ്ടോ, നമ്മുടെ കുറച്ച് ഏരിയ മാത്രമേ ഇപ്പൊ മണ്ണ് കുത്തി മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മണ്ണ് അവിടെ തട്ടാനുള്ള സ്ഥലമായി. ഇപ്പൊ നമ്മുടെ വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, മൊത്തം കറങ്ങിയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ കമന്റിലൂടെ കുറെ ആളുകൾ ചോദിച്ചിരുന്നു എനിക്ക് എന്താണ് ശരിക്കും ഇവിടെ വർക്കെന്ന്. ഞാനൊരു ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ വെച്ചാൽ JCB, അതുപോലെ തന്നെ പോക്കറ്റ്, അങ്ങനെ കുറച്ച് ലോഡർ, വീൽ ലോഡർ, പിന്നെ അജാക്സ്, അങ്ങനെയുള്ള കുറച്ച് മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോ നിലവിൽ എന്റെ വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോ നമ്മുടെ ഇത് ഈ കാണുന്ന ടോറസ് ലോറിയില്ലേ, അതിന്റെ ഹെൽപ്പർ ആയിട്ടാണ് ഇപ്പോ ഞാൻ ഇവിടെ ഉള്ളത്. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ വണ്ടികളൊക്കെ ആളില്ലാത്ത സമയത്ത് സ്പെയർ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ JCBയിലെല്ലാം എമർജൻസിക്ക് ആളില്ലെങ്കിൽ അതിലോട്ടും പോകാറുണ്ട്. അത് തന്നെയാണ് കേട്ടോ എന്റെ വർക്ക്. കാരണം നമ്മുടെ വർക്ക് ഇല്ലാത്ത സമയങ്ങളിലാണ് വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോ ഈ ടിപ്പർ ലോഡ് തട്ടി പോകുന്നവരെ എനിക്ക് സമയമുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്റെ ലോഡൊക്കെ തള്ളിക്കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ വർക്ക് ഫുൾ ടൈം ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. എന്റെ വർക്കും നടക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ
ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഫ്രീ ടൈമിൽ എടുക്കുന്നതാണ്. അല്ലാതെ എനിക്കിവിടെ എന്താ വർക്ക് എന്നുള്ളത് അതിനുള്ളൊരു ഉത്തരവാണ് ഇപ്പം തന്നത് കേട്ടോ. എന്നാൽ ഇതേ ടിപ്പർ മണ്ണൊക്കെ തട്ടിപ്പോയി. ഇനി നമുക്ക് ഉണ്ടോ ടിപ്പർ പോയി. നല്ല രീതിയിലുള്ള മഴ അങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് മണ്ണൊക്കെ തള്ളിക്കാറ്റണം. നമ്മുടെ ടിപ്പർ വരും വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് ആ മണ്ണൊക്കെ തള്ളിക്കാറ്റണം. അപ്പോഴേ നല്ല ഇടിവെട്ട് മഴ ഇതേ പെയ്തു തുടങ്ങി കേട്ടോ. 2-3 ദിവസമായി നമ്മുടെ ഒസങ്കടി ഭാഗത്തോട്ട്, കാസർഗോഡ് ഒസങ്കടി ഭാഗത്തോട്ട് ഉച്ചക്ക് ശേഷം നല്ല മഴ നിൽക്കാതെ പെയ്യുന്നുണ്ട്. എന്നത്തെയും പോലെ തന്നെ ഇതേ ഇന്നും മഴ പെയ്തു തുടങ്ങി. ഇനി ഈ മഴ നിൽക്കുമെന്നൊരു പ്രതീക്ഷയും വേണ്ട. ഇനി ഫുള്ളായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് മണ്ണ് തട്ടി റെഡിയാക്കണം. നമ്മുടെ ഈ സൈറ്റിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ മരമൊക്കെ ഇനി ഭാവിയിൽ മുറിച്ചു മാറ്റണം കേട്ടോ. അതിന്റെ ഒരു സങ്കടം ഉണ്ട്. ഇവിടെയൊക്കെ നോക്കി മൊത്തം ചെളിയാണ് കേട്ടോ. താഴെ ഇറങ്ങാൻ പറ്റില്ല, മൊത്തം വെള്ളമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ടിപ്പർ ഇങ്ങനെ ലോഡ് തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മൊത്തം ചെളിയാണ്. ഇനിയിപ്പോ ഈ ഏരിയ ഒക്കെ മണ്ണിട്ട് റെഡിയാക്കണം. ദൂരെ ആയിട്ട് ചെറിയൊരു വര പോലെ നമുക്ക് കടലിനെ കാണാം. അതുപോലെ തന്നെ കാർമേഘങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ ചെറുതായിട്ട് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ടിപ്പർ കണ്ടോ, മണ്ണ് വീഴാതെയുള്ളൊരു കളിയാണ്. ടിപ്പറിന്റെ ബോഡിയിൽ നിന്ന് മണ്ണ് താഴോട്ട് വീഴുന്നില്ല, മൊത്തം പശയായിട്ട് പറ്റി പെട്ടിട്ടാണുള്ളത്. ടിപ്പർ പോയി. ഇനിത് ഈ കാണുന്ന മണ്ണ് നമുക്ക് തള്ളിക്കാറ്റണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഈ കത്തുന്ന പച്ച ലൈറ്റൊക്കെ നമ്മുടെ 4x4 ആണ് കേട്ടോ. 4x4 സ്വിച്ച് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ 4x4 സ്വിച്ച്. ഇപ്പൊ 4x4 ഫ്രണ്ട് വീലിന്റെ പിടുത്തം ഒഴിവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ച്, ഈ കാണുന്ന സ്വിച്ച് ഇത് കണ്ടോ, ഇത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിമ്പിൾ വരും കണ്ടോ, ഒരു ലോഡറിന്റെ സിമ്പിൾ. ഇത് നമ്മുടെ ലോഡറിന്റെ സ്പീഡ് കൂട്ടുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതേ 4x4 ഓൺ ആയി എന്നുള്ളൊരു സിമ്പിൾ ഇവിടെ വരും. അപ്പൊ നമ്മൾ ചളിയില്ലാതെ കൊണ്ട് മൊത്തം 4x4 ഓൺ ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും മാത്രമേ ഈ മണ്ണൊക്കെ തള്ളിക്കാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. ഇത്രയും വലിയൊരു ഏരിയയിൽ ഞാനും ഈ JCB അല്ലാണ്ട് വേറെ ഒരാളും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ടിപ്പർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിൽ കഥ പറയാനും ഒന്നും ആരുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളോട് ഈ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ വൈപ്പർ മോട്ടറിന് എന്തോ പറ്റി, വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ മഴ വന്നു കഴിഞ്ഞാല് ഒന്നും കാണൂല കേട്ടോ. നമ്മളിങ്ങനെ കുത്തി തള്ളി കാറ്റാണ്. ബേക്ക് ബക്കറ്റൊക്കെ നിലത്ത് തട്ടിയിട്ടാണുള്ളത്, അതുകൊണ്ട് വണ്ടി മുകളിലോട്ട് പോകുന്നില്ല. ഇത്രയേ പോകുള്ളൂ കേട്ടോ. പണ്ടൊക്കെ JCB ഒക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് ആയിരുന്നു. അങ്ങനെയാണ് എല്ലാം കൂടി JCB എത്തിപ്പെട്ടത് കുറച്ചായിട്ട്.
മൊത്തത്തിൽ തള്ളി വിട്ടിട്ടുണ്ട്. അപ്പൊ ടിപ്പറിന് തട്ടാനുള്ള സ്ഥലം ദേ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് മാറി നിൽക്കാം. ഇനി അടുത്ത ലോഡ് ടിപ്പർ വന്ന് തട്ടും. ഈ കാണുന്ന സ്ഥലത്തൊന്നും അധികം പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം താഴ്ന്നു പോകും. മൊത്തം ചളി നല്ല ഹൈറ്റിലുണ്ട്. മുകളിൽ ചെറിയ രീതിയിൽ കാണുന്നു നോക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഇവിടെ തന്നെ മാക്സിമം ലോഡ് കുത്തിക്കയറ്റുന്നത്. അപ്പൊ അതെ നല്ല ഇടിവെട്ട് മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ചളിയിൽ മഴ പെയ്യുന്ന ഒരു കാഴ്ച. അതേപോലെ നമ്മുടെ ടിപ്പർ ലോറി ഇതേ മഴയത്ത് ലോഡുമായിട്ട് ഇങ്ങനെ മന്ദം മന്ദം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കട്ടിങ്ങിന്റെ അവസാന ഭാഗമായി ഇതേ നമ്മുടെ ഇറ്റാച്ചിത മഴയത്ത് ദൂരെ നിന്ന് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇടിയുന്നൊരു മണ്ണാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മൊത്തം കല്ലായത് കൊണ്ടാണ് നമുക്ക് മഴയത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ ഇറ്റാച്ചി നല്ല കുന്നിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഇറ്റാച്ചി ദൂരെയായിട്ട് നമ്മുടെ ടിപ്പറിലെ മണ്ണൊക്കെ വലിച്ച് ഒഴിവാക്കുകയാണ്. അപ്പം നമുക്ക് താഴെ ചെറിയ പണിയുണ്ട്. ഇനി ടിപ്പർ താഴെ ഇറക്കണമെങ്കിൽ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടിപ്പറും അതുപോലെ ഇറ്റാച്ചിയും തമ്മിലുള്ള പരിപാടികൾ ഇതേ നമുക്കിപ്പോൾ മണ്ണ് തട്ടുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഓഫ് റോഡാണ്. നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ ജീപ്പും 4x4 വണ്ടികളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ JCB ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ ഇറ്റാച്ചി നമ്മുടെ ലോറിക്കകത്തെ മണ്ണ് ഫുള്ള് വലിക്കുകയാണ്. ഒരുപാട് മണ്ണ് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ക്ലിയർ ആക്കുന്നത് ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ റോഡൊക്കെ ഒന്ന് ശരിയാക്കാം. റോഡ് ഏതാ ചളി ഏതാന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. ഇതുവഴി കേട്ടോ പോകേണ്ടത്. കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഊരിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വണ്ടി ഊരി. അപ്പൊ നമ്മുടെ വണ്ടി ഊരി വന്ന പാടാണ് കാണുന്നത്. ഇത് ഈ റോഡെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം. അങ്ങനെ നമ്മൾ ടിപ്പർ ഇത് താഴെ ഇറക്കി. മൊത്തം സ്ലിപ്പായിട്ടാണ് കേട്ടോ പോകുന്നത്. അതുപോലെ നമ്മുടെ ഇറ്റാച്ചിയും താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ക്ലിയർ ആക്കുകയാണ്. ഇതാട്ടോ ഇപ്പോൾ സൈറ്റിൻ്റെ അവസ്ഥ. നമ്മുടെ ഹൈവേയിലൂടെ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ ടാങ്കർ ലോറി നമ്മുടെ ടിപ്പറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് കാണാം. മൊത്തം ചളിയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. കണ്ടോ മൊത്തം വെള്ളം അടിച്ച് ഇനിയിപ്പോൾ ക്ലിയർ ആക്കണം. ഇല്ല റോഡിലൊക്കെ മൊത്തം ചെളിയാവും. അതുകൊണ്ട് ടയറിൻ്റെ ഗ്യാപ്പിലുള്ള ചളിയൊക്കെ ഇനിയിപ്പോൾ ടാങ്കർ ഉപയോഗിച്ചിട്ട് ക്ലിയർ ആക്കും. എന്നിട്ട് മാത്രമേ നമ്മൾ റോഡിൽ ഇറക്കാറുള്ളൂ.
അപ്പോൾ ഹൈവേയിലൂടെ വണ്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ടിപ്പർ വണ്ടിയൊക്കെ മൊത്തം ഇവിടുന്ന് കഴുകി വൃത്തിയാക്കിയാണ്. അപ്പോൾ ടയറിൽ എവിടെയും ചളിയൊന്നും ഉണ്ടാകാൻ പാടില്ല, റോഡിലൊക്കെ മണ്ണാവും. അതുകൊണ്ട് മൊത്തം സൈഡിലുള്ള മണ്ണൊക്കെ മൊത്തം ക്ലിയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടിപ്പറുമായിട്ട് ഇതേ റൂമിലോട്ട് പോവാണ്. അപ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടി തലപ്പാടി പമ്പിലേക്ക് വന്നതാണ്. എണ്ണയൊക്കെ അടിച്ചു. അപ്പോൾ ഇതേ കണ്ടോ, തലപ്പാടിയുള്ള ടോൾ പ്ലാസയാണ് കാണുന്നത്. അപ്പം നമ്മൾ നേരെ ഇനി റൂമിലോട്ട് വിടുകയാണ് കേട്ടോ.